ഓക്കെ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനെയും കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ പറയുന്നത് കൂടുതൽ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് കൂടുതൽ ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം പറഞ്ഞത് റിസ്ക് കൂടുന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലോണുകൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസ്ക് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ്. You please go through this. In the first case, there is 20% debt. So the cost of equity is 10.22. In the second case, there is 35% debt. So the cost of equity is 10.42. And in the third case, when the debt increased to 50%, the cost increased to 10.67. So the benefit of the use of higher debt concept is offset by the increase in the cost of equity. നമ്മൾ കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ അവിടെ എന്താണ് ഇക്വിറ്റി ഷെയർസിന്റെ കോസ്റ്റ് കൂടിയിട്ട് അതവിടെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. Okay, next we have to discuss about the traditional approach. So traditional approach is introduced by Solomon Ezra. Okay, it is an intermediate approach between net income approach and net operating income approach. ഈ രണ്ട് അപ്രോച്ചിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ആ ട്രഡീഷണൽ അപ്രോച്ചിൽ ആദ്യം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ. ഇപ്പം നമ്മൾ നോ ഡെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 10% ആണ് ഓവറോൾ കോസ്റ്റ് വരുന്നത്. KO മീൻസ് ഓവറോൾ കോസ്റ്റ്. ഓക്കെ, വെൻ ദ ഡെപ്റ്റ് ഇസ് when we take a debt of ₹8 lakh, കോസ്റ്റ് reduced to 9.8 അല്ലേ. ഒരു 8 ലക്ഷം രൂപ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്, ലോൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓവറോൾ കോസ്റ്റ് 9.8% ആയിട്ട് കുറഞ്ഞു. അഗെയിൻ നമ്മൾ ആ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാണ് 12 ലാഖിലേക്ക്. അപ്പോൾ അവിടെ കോസ്റ്റ് ഓവറോൾ കോസ്റ്റ് എന്തായി കൂടി, 10.74 ആയിട്ട് കൂടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ EBIT എല്ലാതും 4 lakh ആണ് അല്ലേ. ഒരേ 4 lakh ഇൻകം കിട്ടുന്ന ഒരു കൺസേണുകളാണ് ABC എന്ന് പറഞ്ഞ് ഈ 3 ഓൾട്ടർനേറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആവും. ദ EBIT is here is 4 lakh in the 3 cases, but the overall cost in the first case is more than the second case, and the third case is more than the second case. So the second case is the good. So that is the concept we are discussing in this traditional approach. As per the traditional approach, he introduced that debt is good, but the reason is that if you are depending upon more debt, it will lead to increase the cost. Okay, up to a limit, debt is good. It is the suggestion here. Up to a limit, debt is good. ഒരു പരിധി വരെ ഡെപ്റ്റ് ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആളിൽ നിന്ന് ഒരു പ്രാവശ്യം ലോൺ എടുക്കുന്ന പോലെ ആവില്ല രണ്ടാമത് ലോൺ എടുക്കുമ്പോൾ. പിന്നെ എടുക്കുമ്പോൾ കൂടുതൽ റിസ്ക് തരുന്ന ആൾക്ക് വരികയാണ് അല്ലേ. ഓക്കെ, അപ്പം വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എടുത്താലൊക്കെ ഇതേ സിറ്റുവേഷൻസ് തന്നെയാണ്. നമ്മൾ കൂടുതൽ ലോൺ എടുക്കുമ്പം അവിടെ റിസ്ക് കൂടുതലാണ്. അതിനനുസരിച്ച് അവർ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവശ്യപ്പെടും. ഓക്കെ, അതാണ് ഇവിടെ ട്രഡീഷണൽ അപ്രോച്ചിനകത്ത് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസസ് വിത്ത് ഫിനാൻഷ്യൽ ലെവറേജ് അറ്റ് ടു എ സർട്ടൻ പോയിന്റ്. ബിയോണ്ട് ദിസ് പോയിന്റ് ദ ഇൻക്രീസ് ഇൻ ദ ഫിനാൻഷ്യൽ ലെവറേജ് വിൽ ഇൻക്രീസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഹെൻസ് ദ വാല്യൂ ഓഫ് ദി ഫേം വിൽ കം ഡൗൺ അല്ലേ. അതായത് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കൂടിയിട്ട് ഫിനാൻഷ്യൽ ലെവറേജ് ഞാൻ പറഞ്ഞു, ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഫിക്സഡ് ഇൻകം കൊടുക്കേണ്ട ഡെപ്റ്റ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ അതന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും നമ്മൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഡെപ്റ്റ് ഫോമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവറോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇതിനെ നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് തിരിക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിൽ ഡെപ്റ്റ് ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡെപ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ. ഒരേ റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തത് ഒരു 6%ആണെങ്കിൽ ആ 6% എന്നുള്ള ആ ഒരു റേറ്റിൽ അങ്ങനെ കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഒരു പരിധി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡെപ്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻട്രസ്റ്റ് കൂട്ടി ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരും. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇനി ഇക്വിറ്റീൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് നമ്മൾ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് ഡെപ്റ്റ് ഇല്ലെങ്കിൽ അവിടെ ഇതാണ് ലെവൽ കോസ്റ്റ്, ഓവറാൾ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓവറാൾ കോസ്റ്റ് ഒന്നായിരിക്കും ഡെപ്റ്റ് ഇല്ലാത്ത കേസിൽ ചെയ്യുക. സോ ഇവിടെ നിന്ന് നമ്മൾ കെ എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ അതിൽ വരയ്ക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ബൈ ഇൻട്രൊഡ്യൂസിങ് ദി ഡെപ്റ്റ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ റെഡ്യൂസ്, then it will be it is not a constant, it is reducing. Once again I will draw, it will reduce. Okay, but when the cost of debt increase, it also start to increase. Okay, it's not clear. How will be this? Okay, it will come down and it will start increasing like this. That is cost of equity. When we are introducing debt, the cost of equity will reduce. You know that we are getting more income, so the cost of equity will reduce. But when the debt increases up to a limit, the cost of equity also increase. ഒരു പരിധി വരെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറയും. വീണ്ടും കൂടുതൽ കട എടുത്തു കഴിഞ്ഞാൽ റിസ്ക് കൂടും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റും കൂടും. വാട്ട് അബൌട്ട് ദി ഓവറാൾ കോസ്റ്റ്? ഓവറാൾ കോസ്റ്റ് എന്തായിരിക്കും? അപ്പം ഇക്വിറ്റി മാത്രമാണെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഓവറാൾ കോസ്റ്റ് വരിക, ലൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ നെക്സ്റ്റ് വെൻ ദ ഡെപ്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ദ ഓവറാൾ കോസ്റ്റ് ബിഗാൻ ടു ഡിക്ലൈൻ. Then it will be a constant, then it will increase. This is the situation. The overall debt will decline, then it will be constant. This is a constant. It will be constant, then it will start to increase. This is overall cost, KO. Okay. Okay, so we can divide this into 3 stages. That is, when the cost of debt is constant and the cost of equity is decreasing. Okay, cost of debt is constant, cost of equity is decreasing, and overall cost is also decreasing. This is the first stage. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയായിരിക്കും വരിക? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറയും, കോസ്റ്റ് ഓവറാൾ കോസ്റ്റ് കുറയും. Then second stage, in the second stage, K start to increase. K start to increase. Okay, second stage, what is here? K is starting to increase. Then next, there is no change. There is no change in KD. There is no change in KD. KD is constant here. You know, KD is constant here.
and there is no change in KO also. The K is also constant here. When this chart, this is increasing. Okay, like this is increasing. I think you can catch that. This is increasing. This K is increasing. Okay. And what about KO? KO is constant and KD is also constant. That is the second stage. Okay. And next is third stage. In the third stage, all the costs are increasing. KD is increasing, KO is increasing, and K is increasing. So this is all about the traditional approach. അല്ലേ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പം ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറക്കാൻ പറ്റും, ഓവറാൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓവറാൾ കോസ്റ്റ് പറയുമ്പം ഇക്വിറ്റീൻ്റെയും ഡെപ്റ്റിൻ്റെയും കൂടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഡെപ്റ്റ് കോൺസ്റ്റൻ്റ് ആവും, KO കോൺസ്റ്റൻ്റ് ആവും. ഡെപ്റ്റ് കോൺസ്റ്റൻ്റ് ആവും എന്ന് പറയുമ്പോൾ ഒരു വട്ടം നമ്മൾ കടം വാങ്ങിച്ചു, രണ്ടാമത്തെ വട്ടം കടം വാങ്ങിക്കുമ്പോഴും നമുക്ക് അതേ റേറ്റിൽ തന്നെ കിട്ടും അല്ലേ. 6% പലിശയെങ്കിൽ 6% തന്നെ കിട്ടും. അതുകൊണ്ടാണ് അത് കോൺസ്റ്റൻ്റ് ആവും എന്ന് പറഞ്ഞ് എഗെയിൻ നമ്മൾ വീണ്ടും ഡെപ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. പക്ഷെ ആ സെക്കൻഡ് കേസിൽ കെ കൂടുന്നുണ്ട്, കാരണം അവിടെ ഇക്വിറ്റി ഷെയർസിന് റിസ്ക് കൂടുതലായിട്ട് വരികയാണ്. കൂടുതൽ കടം വാങ്ങിക്കുമ്പം ഇക്വിറ്റി ഷെയർസിന് റിസ്ക് കൂടുതലായിട്ട് വരുന്നു, അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് കൂടുന്നു. ദെൻ വീണ്ടും ഡെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കോസ്റ്റോടെ കൂടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീഡിയോ തന്നെ ഒന്നുകൂടെ കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് എവിടെയാണ് ക്ലിയർ ആവാത്തത്. and I will explain. So the fourth approach is Modigliani and Miller approach. It is also known as approach. It is introduced by Franco Modigliani and Merton Miller. Okay, ഇപ്പം തിയറിയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പറയുന്നത് ഇത് NI അപ്രോച്ചിനോടും സിമിലർ ആണ്, NOI അപ്രോച്ചിനോടും സിമിലർ ആണ്. ഓക്കെ, അപ്പം കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അത് NOI അപ്രോച്ച് ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അത് NI അപ്രോച്ച് പോലെയാണ്. അതേസമയം ടാക്സ് ഇല്ല, ആബ്സെൻസ് ഓഫ് ടാക്സ് ആണെങ്കിൽ അത് NOI അപ്രോച്ചിന് പോലെയാണ്. സോ വൺസ് അഗെയിൻ ഇറ്റ് ഈസ് സിമിലർ ടു NI അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച്, ഇഫ് ദർ ഈസ് കോർപ്പറേറ്റ് ടാക്സ്. If you are assuming that there is corporate tax, it is similar to NI approach. Otherwise, if you are assuming that there is no corporate tax, it is similar to NOI approach. That is about Modigliani and Miller approach. That is approach. We have to study it in details. Okay, so there are certain assumptions of theory. There is perfect capital market. The business risk of all the firms are homogeneous. There are no taxes. Investors are rational. There is no transactional cost. All the investors anticipate the same percentage of firms' EBIT. All the earnings are distributed to the shareholders. Investors are free to buy and sell securities. എന്തൊക്കെയാണ് assumptions നോക്കൂ. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ all investors are known about the market condition. അല്ലെ, എല്ലാവർക്കും മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചിട്ട് അറിയാം. all are known about the market condition and situations of market. Then the business risk of all the firms are homogeneous. That means the business risk of all the firms are same. Okay, the business risk of all types of firms are same. Ella business ore risk aanu parayunnathu. There is no tax. Okay, then it is later we draw that assumption. Anyway, investors are rational. Okay, എന്താണ് rational? Investors are rational. They do not have any emotional feelings. They only look forward how to gain or how to increase their profit. എങ്ങനെ ലാഭം കൂട്ടാന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അതല്ലാതെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെന്നോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആളുകളാണോ എന്നുള്ള ഫീലിംഗ് ഒന്നും അവർക്കില്ല. There is no emotional contact. That is, investors are rational. There is no transaction cost. Transaction cost ഇല്ല.
ഷെയർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് ഒന്നും വരില്ല. ആൻഡ് ഓൾ ദി ഇൻവെസ്റ്റേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ദി സെയിം പെർസെൻറ്റേജ് ഓഫ് ഫേംസ് EBIT. അല്ലെ, എല്ലാ ഫേമിനും എന്താണ് ഒരേ പെർസെൻറ്റേജ് തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഓൾ ദി ഏർണിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. കിട്ടിയിട്ടുള്ള ലാഭമൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് വീതിക്കാണ്. ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റേഴ്സിന് എപ്പോൾ വേണമെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. അവരുടെ ഷെയറുകൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. സോ എങ്ങനെയാണ് ഈ NOI തിയറി പോലെ ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സിൽ വരുന്നത് നോക്കൂ. നമുക്കറിയാം എന്താണ് NOI അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. NOI അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത് ഫേം കൂടുതൽ ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് അത് ഇക്വിറ്റിന്റെ കോസ്റ്റിനെ കൂട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. We said that in the case of NOI approach, if a firm is taking more and more debt, the cost of equity will increase. Okay. So here in theory, it suggests that capital structure has no role in arriving the overall cost of capital. A change in the debt equity mix does not affect the cost of capital or the value of the firm. Of course, debt is the cheap to equity. നമ്മളിവിടെ എന്താണ് ഡെപ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഓവറാൾ ഫേമിനെ അതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ NOI അപ്രോച്ചിന്റെ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു NOI അപ്രോച്ചിന്റെ ഗ്രാഫ് വരച്ച്? ഗ്രാഫൊക്കെ നിങ്ങളൊന്ന് റഫായിട്ടെങ്കിലും വരച്ചെടുക്കുക കേട്ടോ. എക്സാം പർപ്പസിന് അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ പോയിന്റ്സ് കിട്ടാനും ഉപകാരപ്പെടുക. എങ്ങനെയായിരുന്നു നമ്മൾ NOI അപ്രോച്ചിന്റെ ഗ്രാഫ് വരച്ചത്? എന്താണ് അവിടെ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് കോൺസ്റ്റന്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി overall cost is also constant, then cost of equity is increasing. ഡെപ്റ്റ് കൂട്ടിയതിനെ കൊണ്ട് ഓവറാൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുതന്നെയാണ്? നമ്മൾ ഡെപ്റ്റ് കൊണ്ട് കൂടുതൽ കോസ്റ്റ് കുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇക്വിറ്റി അത് കൂട്ടിക്കൊണ്ട് വീണ്ടും ആ കോസ്റ്റ് അങ്ങോട്ടേക്ക് തന്നെ വരും എന്നുള്ളതാണ് അവരുടെ ആ ഒരു പ്രപ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ in the absence of tax, it is similar to NOI approach. പിന്നെ അവരുടെ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ബിസിനസ്സുകൾക്കും ഒരേപോലെയാണ് അവരുടെ എന്ത് കിട്ടുന്നത്, റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപോലെയാണ് അവരുടെ റിസ്ക് എന്നും പറഞ്ഞു. അപ്പം അവിടെ ആർബിട്രേജ് പ്രോസസ് ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് ആർബിട്രേജ് പ്രോസസ്? ഓക്കെ, അപ്പൊ അതിന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.